നമസ്കാരം. രാജ്യത്തെ പത്മ പുരസ്കാരങ്ങൾ ജേതാക്കൾക്ക് ഇന്നലെ രാഷ്ട്രപതി വിതരണം ചെയ്തു. കേരളത്തിൽ നിന്ന് വാർത്താ പ്രാധാന്യം നേടിയ രണ്ട് പുരസ്കൃതർ, ഒന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശനും രണ്ട് ശ്രീ മമ്മൂട്ടിയുമാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ മറ്റൊരു വീഡിയോയിൽ ആ വിഷയം നമുക്ക് കയ്യിലെടുക്കാം. ഇപ്പോൾ നമ്മുടെ വിഷയം ശ്രീ മമ്മൂട്ടിയാണ്. മമ്മൂട്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മോദിജിയെ വണങ്ങി മമ്മൂട്ടി പത്മഭൂഷിതനായി എന്ന് നമുക്ക് പറയാം. അങ്ങനെ എടുത്തു പറയുന്നത് എന്തിനാണ് എന്ന് ഏതോ ഒരു സിനിമയിൽ ഇന്നസെൻ്റ് ചോദിക്കുന്നില്ല, അതെന്തിനാണ് നീ ഇപ്പോൾ പറഞ്ഞത് എന്ന് പറഞ്ഞൊരു അസഭ്യവും പറയുമല്ലോ, അല്ലെങ്കിൽ പട്ടിയെന്നോ പന്നിയെന്നോ എന്തോ വിളിക്കുന്നത് പോലെ ചിലർ ചോദിക്കാം. കാര്യമുണ്ട്. അതിൻ്റെ കാരണം ജിഹാദികളാണ്, ശ്രീ മമ്മൂട്ടിയല്ല. മമ്മൂട്ടിക്ക് അതിൽ പങ്കൊന്നുമില്ല കേട്ടോ. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം എല്ലാ കാലത്തും അധികാരസ്ഥാനം കൊണ്ടും ഒരു ജനസമ്മതി കൊണ്ടും തന്നെക്കാൾ ഉയർന്നവരുടെ മുൻപിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ എത്തപ്പെട്ടാൽ അതിവിനയത്തോടു കൂടിയും ബഹുമാനത്തോടു കൂടിയും വളരെ സംസ്കാരത്തോടു കൂടിയും മാത്രം പെരുമാറുന്ന നല്ലൊരു കച്ചവടക്കാരനാണ്. സാമാന്യം ഭേദപ്പെട്ടൊരു നടനാണ്. നടനെ സംബന്ധിച്ച് മമ്മൂട്ടിയുടെ നടന കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത് കൊണ്ടാണ് സാമാന്യം ഭേദപ്പെട്ട നടൻ എന്ന് ഞാൻ പറയുന്നത്. പക്ഷേ അദ്ദേഹത്തെ ആരാധിക്കുന്ന നിരവധി മലയാളികളുമുണ്ട്. ഒരു നടൻ എന്നുള്ള നിലയിൽ മലയാളിയുടെ അഭിമാനമായി അദ്ദേഹത്തെ കാണുന്നവരുമുണ്ട്. അതും നല്ല കാര്യം തന്നെയാണ്. പക്ഷേ മമ്മൂട്ടിയെ സംബന്ധിച്ച് നല്ലൊരു കച്ചവടക്കാരനാണ് അദ്ദേഹം. ഒരു തനിക്ക് സാധകമാകുന്ന തരത്തിൽ ഒരു സാഹചര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതിന് അല്ലെങ്കിൽ ഒരുക്കിയെടുക്കണമെന്നുള്ളതിന് അദ്ദേഹം ദീർഘകാലത്തെ അനുഭവ പരിചയം കൊണ്ട് ഒരു രീതി സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ആ രീതിക്ക് അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ അദ്ദേഹം വ്യതിചലിക്കില്ല. എന്നാൽ കേരളത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം DYFI ഉണ്ടായിരുന്നെങ്കിൽ അവിടെ അങ്ങനെ നടക്കില്ലായിരുന്നു. പിണറായി വിജയൻ താനൊരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണെന്ന് തുറന്നു പറയുവാനും മടി കാട്ടിയിട്ടില്ലാത്തൊരു വ്യക്തിത്വമാണ്. അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഭാരതത്തിൻ്റെ നിയമം നിരോധിക്കാത്തിടത്തോളം കാലം അദ്ദേഹത്തിന് ആ പാർട്ടിയിൽ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം താല്പര്യങ്ങളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ അഭിരുചികളെക്കുറിച്ച്, അതിൻ്റെ നിലവാര തകർച്ചയെക്കുറിച്ച് അഭിപ്രായം പറയുവാൻ നമുക്ക് അവകാശമൊന്നുമില്ല. അത് പറയുന്നത് ശരിയല്ല. അത് കടന്നു പോകാം നമുക്ക്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരാധകരെന്ന് ഭാവിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ സിനിമയെ ആരാധിക്കുന്നവരല്ല, മമ്മൂക്ക ആയതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ ആരാധിക്കുന്ന, അദ്ദേഹത്തെ ഒരു ബിംബമായി RSSനും BJPക്കും പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്കുമെതിരെ ഉപയോഗിക്കുവാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ഓരോ നിമിഷവും കാത്തിരിക്കുന്ന ഒരു ജിഹാദി കൂട്ടം കേരളത്തിലുണ്ട്. അവരാണ് ഞാൻ ആദ്യം പറഞ്ഞ മോദിജിയെ വണങ്ങി മമ്മൂട്ടി പത്മഭൂഷിതനായി എന്ന ഒരു പ്രയോഗത്തിന് കാരണം. കാരണം കുറച്ച് പിന്നോട്ട് പോകണം അതിൻ്റെ ഒരു ഉദ്ഭവം എവിടെ നിന്നാണെന്ന് നമുക്കറിയുവാൻ. പ്രേക്ഷകർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് തൃശ്ശൂർ MPയും കേന്ദ്രമന്ത്രിയുമൊക്കെയായ BJPക്കാരനായ മലയാളികളുടെ പ്രിയതാരം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വിശിഷ്ടാതിഥിയായി എത്തിയിരുന്നു. മമ്മൂട്ടിയും മോഹൻലാലും എല്ലാം ഗുരുവായൂരുണ്ടായിരുന്നു. അപ്പോൾ പ്രധാനമന്ത്രി ഇവരെ ഓരോരുത്തരെയും വരിയായി നിർത്തി കണ്ട് കുശലം പറഞ്ഞു പോകുന്നൊരു ചിത്രങ്ങളും വീഡിയോകളും എല്ലാം പുറത്തു വന്നപ്പോൾ അതിലൊരു ചിത്രം മാത്രം മുറിച്ചെടുത്ത് മമ്മൂട്ടി പ്രധാനമന്ത്രി വരുമ്പോൾ ഇങ്ങനെ കൈകെട്ടി നിൽക്കുന്നത്, കൈ കൂപ്പിയില്ല മമ്മൂട്ടി. ഇക്കയ്ക്കറിയാം എന്ത് സ്ഥാനം കൊടുക്കണമെന്നുള്ളത്. അങ്ങനൊരു വിവാദം, അല്ലെങ്കിൽ നരേന്ദ്രമോദി ഇഷ്ടമല്ലാത്തത് കൊണ്ട് ആ ഇഷ്ടക്കേട് പ്രകടിപ്പിച്ചു, അതാണ് തൻ്റെ ഏടിയാണ്, ഇത്തരം ഫാഷിസ്റ്റുകളോട് ഇക്കയ്ക്ക് യാതൊരു സമരസവും ഇല്ല എന്നൊക്കെ അവർ പ്രചരിപ്പിച്ചിരുന്നു. പിന്നീടെന്നല്ല, അപ്പോൾ തന്നെ വീഡിയോ വന്നപ്പോൾ ആ അടുത്ത ദൃശ്യത്തിൽ തൊട്ടടുത്ത് നിന്നയാളുടെ അടുത്ത് നരേന്ദ്രമോദി കുശലം പറയുമ്പോഴാണ് മമ്മൂട്ടി കൈകെട്ടി നിൽക്കുന്നത്. നരേന്ദ്രമോദി മുന്നിലെത്തുമ്പോൾ മമ്മൂട്ടി അദ്ദേഹത്തെ ഒരു പരിധിക്ക് മേൽ വണങ്ങുന്നുണ്ട്. അതും വീഡിയോയിൽ കണ്ടതാണ്. എന്നാലും ഇത്തരത്തിലൊരു പ്രചാരമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പത്മ പുരസ്കാര വേദിയിൽ ഇരിക്കുന്ന നരേന്ദ്രമോദിയുടെ മുൻപിൽ വന്ന് വളരെ വിനയത്തോടു കൂടി വണങ്ങുന്ന മമ്മൂട്ടിയെ കണ്ടപ്പോൾ തോന്നിയൊരു കാര്യമാണ് ഈ പത്മഭൂഷിതനായി ആയ മമ്മൂട്ടി അതിനു മുൻപ് മോദിജിയെ വണങ്ങി എന്നുള്ളൊരു പ്രയോഗം.
ഈ പ്രയോഗം ഉണ്ടാക്കി വെച്ചത് ജിഹാദികളാണ്. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, മമ്മൂട്ടി എന്ന വ്യക്തിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല, നടനും ഒരു പങ്കുമില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങളും രാഷ്ട്രീയ ചായ്വുകളും എല്ലാം മറന്നില്ലെങ്കിൽ പോലും, അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് സ്വയം പലപ്പോഴും തെളിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും, പരസ്യമായി ഒരിക്കലും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കെതിരെയോ രാജ്യത്തിനെതിരെയോ, പ്രധാനമന്ത്രിയെ പോലും വിമർശിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഒരു വ്യക്തിക്കുണ്ട്. അദ്ദേഹം നടനാണെങ്കിലും ഒരു പൊതു മണ്ഡലത്തിൽ സ്ഥിരമായി ഇടപഴകുന്ന ഒരു സെലിബ്രിറ്റി ആണെങ്കിലും അവർക്കുമുണ്ട്. പ്രധാനമന്ത്രിയെ വ്യക്തിപരമായി ആക്ഷേപിക്കാതെ വിമർശിക്കുവാനുള്ള അവകാശം അവർക്കുണ്ട്. പക്ഷേ രാജ്യവിരുദ്ധത എന്നുള്ളത് പാടില്ലാത്തതാണ്. ഈ രണ്ടും പക്ഷേ മമ്മൂട്ടി ഒരിക്കലും ചെയ്തിട്ടില്ല എന്നുള്ള വാസ്തവം നിലനിൽക്കെ തന്നെ ഇത്തരത്തിലുള്ള ജിഹാദി കൂട്ടങ്ങൾ മമ്മൂട്ടിയെ പോലുള്ളവരെ ബിംബങ്ങളായി ഉയർത്തി, ആ ബിംബങ്ങളായി ഉയർത്തുന്നതിൻ്റെ പിന്നിലുള്ള ഏക കാരണം നരേന്ദ്രമോദി എന്ന വ്യക്തിയോടും അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയോടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ തന്നെ അടിസ്ഥാനമായ RSS എന്ന മഹാപ്രസ്ഥാനത്തോടുമുള്ള വെറുപ്പാണ്, എതിർപ്പല്ല വെറുപ്പാണ് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ മമ്മൂട്ടി ഇടയ്ക്കിടയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വരുന്നതിൻ്റെ ദൗർഭാഗ്യകരമായൊരു സാഹചര്യം. ഇനി മറ്റൊരു രസകരമായൊരു വസ്തുതയും കൂടി പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. അടിസ്ഥാനപരമായിട്ട് ഈ ജിഹാദി കൂട്ടത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഈ സെലിബ്രിറ്റികളുണ്ടല്ലോ, സിനിമാ താരങ്ങൾ, മമ്മൂട്ടിയുടെ അത്രയും ഗരിമയുള്ള അല്ലെങ്കിൽ മലയാള സിനിമയിൽ അത്രയും ഉയരങ്ങൾ താണ്ടിയൊരു നടനല്ല. ആസിഫ് അലി വേണമെങ്കിൽ എടുത്തുള്ളൂ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇസ്ലാം സമൂഹത്തിനിടയിൽ നിന്ന് വരുന്ന ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരു നടൻ. ആ വ്യക്തി, ആസിഫ് അലി എന്നുള്ളത് വ്യക്തിപരമായി ഞാൻ പറഞ്ഞതല്ല, പെട്ടെന്ന് ഓർമ്മ വന്നൊരു പേര് പറഞ്ഞതാണ്. ഫഹദ് ഫാസിൽ ആയിക്കോട്ടെ, ഫഹദ് ഫാസിലിനെയും അത്രയും പറയാറില്ല, അതുകൊണ്ടാണ് ഞാനൊന്ന് ശങ്കിച്ചത്. ആസിഫ് അലി തന്നെ എടുത്തുള്ളൂ. പക്ഷേ ആസിഫ് അലി ഒരു ഉദാഹരണമായി കണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്കുള്ളൊരു കടന്നുകയറ്റമല്ല. ഏതെങ്കിലും ഒരു മുസ്ലിം നടൻ അദ്ദേഹത്തിൻ്റെ പത്നിയുമായിട്ടോ അദ്ദേഹത്തിൻ്റെ മകളുമായിട്ടോ എവിടെയെങ്കിലും ഒരു വിനോദയാത്ര പോവുകയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹൈന്ദവ ദേവാലയം സന്ദർശിക്കുകയോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പൊതു സ്ഥലത്ത് പോവുകയും ഒരു ഇഷ്ടമുള്ള വിദേശ രാജ്യത്ത് ഒരു വിനോദയാത്രയ്ക്ക് പോയി ആ അവസരത്തിലുള്ള ഒരു ഫോട്ടോ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടാൽ ആദ്യം നോക്കുക ആ സ്ഥലത്തിൻ്റെ ഭംഗിയോ, അല്ലെങ്കിൽ എന്താണ് ആ ഫോട്ടോയുടെ പശ്ചാത്തലം, അതിൻ്റെ പ്രത്യേകത എന്താണോ എന്നൊന്നും ആയിരിക്കില്ല ഈ ജിഹാദികൾ ചെയ്യുന്നത്. പെൺകുട്ടി തട്ടമിട്ടിട്ടുണ്ടോ, ഔറത്ത് മറച്ചിട്ടുണ്ടോ, അനക്ക് മരിക്കണ്ടേ പെണ്ണെ തുടങ്ങിയ സദാചാര പോലീസിങ്ങുമായി അവരെത്തും. പക്ഷേ മമ്മൂട്ടിയുടെയോ ദുൽഖർ സൽമാൻ്റെയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ അവരുടെ കുടുംബ ചിത്രങ്ങൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള തട്ടപരിശോധന ഇതൊന്നും ഉണ്ടാകാറില്ല. എടുത്തു പറയുവാനുള്ള കാരണം, പത്മപുരസ്കാരം നേടിയ ശേഷം, അതായത് വീണ്ടും എടുത്തു പറയുന്നു, മോദിജിയെ വണങ്ങിയ ശേഷം പത്മഭൂഷിതനായ മമ്മൂട്ടി കുടുംബസമേതം ദുൽഖർ സൽമാനും അദ്ദേഹത്തിൻ്റെ പത്നിയും മമ്മൂട്ടിയുടെ പത്നിയും ഒക്കെയായി നരേന്ദ്രമോദിയെ സ്വകാര്യ സന്ദർശനത്തിൽ ചെന്ന് കണ്ടിരുന്നു. ആ വേളയിൽ തട്ടം ഇതൊന്നുമില്ല എന്ന് മാത്രമല്ല, നേരത്തെ പറഞ്ഞ വണങ്ങാതെ നെഞ്ചു വിരിച്ചു നിന്ന മമ്മൂട്ടി എന്നുള്ളതിൻ്റെ മറ്റൊരു മറുപടി കൂടിയായി ആ ചിത്രം ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പറഞ്ഞതൊന്നും വെറുതെ പറയുന്നതല്ല, ഈ പ്രേക്ഷകരെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇതെല്ലാം ചിത്രങ്ങളായി തന്നെ ഈ വീഡിയോയുടെ ഓരോ ഭാഗങ്ങളിൽ കാണിക്കുന്നുണ്ട്. വെറുതെ തെളിവുകളില്ലാതെ നമ്മൾ പറയില്ലല്ലോ. കാരണം ഈ കണ്ടക്സ്റ്റിൽ നിന്ന് അടർത്തി മാറ്റിയെടുത്ത്, അല്ലെങ്കിൽ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ എന്തെങ്കിലും ഒരു ഫോട്ടോയോ ചിത്രമോ വീഡിയോയോ അവതരിപ്പിക്കേണ്ട കാര്യം നമുക്കില്ല. നമുക്ക് മുഴുവൻ ചിത്രങ്ങളും ഈ വീഡിയോയോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വാർത്താ പ്രാധാന്യമൊന്നുമില്ലെങ്കിലും തീർച്ചയായിട്ടും മമ്മൂട്ടി എന്ന നടന് പത്മഭൂഷൺ പുരസ്കാരം ലഭിക്കുന്നത് വലിയ വാർത്ത തന്നെയാണ്. പക്ഷേ അതിൻ്റെ പിന്നാമ്പുറങ്ങളിലും അതിൻ്റെ പാർശ്വങ്ങളിലും മുൻപിലല്ലാതെ മറ്റ് എല്ലാ വശങ്ങളിലും മുകളിലും താഴെയും ഒക്കെയായി നടക്കുന്ന ഇത്തരം വിവാദങ്ങൾ, ഇത്തരം ജിഹാദി കൂട്ടങ്ങൾ ഉയർത്തിവിടുന്ന വിവാദങ്ങൾ എപ്പോഴും കൗതുകകരമായ ചർച്ചാ വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരുടെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിച്ചത്. ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ളൊരു ജിഹാദി കൂട്ടത്തിൻ്റെ പിന്തുണ അല്ലെങ്കിൽ മമ്മൂട്ടി ഒരു ബിംബമായി അവർ ഉപയോഗിക്കുന്നത് കൊണ്ട് മമ്മൂട്ടിക്ക് ഗുണമാണോ ദോഷമാണോ ആത്യന്തികമായി ഉണ്ടാവുക? ഇത്തരം വിഷയങ്ങളിൽ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങളോട് കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. കൂടാതെ തത്വമയി ന്യൂസിൻ്റെ ചാനൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ
ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.